പാമോലിൻ കേസിൽ വിജിലൻസ് അന്വേഷണം അവസാനിപ്പിക്കുകയാണെന്ന് സർക്കാർ കോടതിയെ അറിയിക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് വി.എസ്. സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. കേസിൽ തെളിവില്ലെന്ന പുനരന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്ന് ഹർജിയിൽ പറയുന്നു. കേസിൽ ഉൾപ്പെട്ട പി.എച്ച്. മുസ്തഫയുടെ വിടുതൽ ഹർജിയിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കേസ് തുടരന്വേഷിക്കണമെന്നും ഹർജിയിലുണ്ട്. 1991 കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 15,000 മെട്രിക് ടൺ പാമോലിൻ ഇറക്കുമതി ചെയ്തതിൽ അഴിമതിയുണ്ടെന്നാണ് ആരോപണം. 1996 കേസ് രജിസ്റ്റർ ചെയ്ത വിജിലൻസ് 2.31 കോടി രൂപ സർക്കാരിന് നഷ്ടമുണ്ടെന്ന് കണ്ടെത്തി. 2005 മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി കേസ് പിൻവലിക്കാൻ തീരുമാനിച്ചു. എന്നാൽ പിന്നീട് വന്ന വി.എസ്. സർക്കാർ ഉത്തരവ് മരവിപ്പിച്ചു. താൻ കുറ്റക്കാരനാണെങ്കിൽ ധനമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും കുറ്റക്കാരനാണെന്ന് അന്നത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രി ടി.എച്ച്. മുസ്തഫ വെളിപ്പെടുത്തിയിരുന്നു. കേസിൽ പ്രതിയായിരുന്ന ജിജി തോംസൺ തന്നെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കാട്ടി കോടതിയെയും സർക്കാരിനെയും സമീപിച്ചു. ആവശ്യം പരിഗണിച്ച മന്ത്രിസഭാ യോഗം കേസ് പൂർണ്ണമായും പിൻവലിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയ സാഹചര്യത്തിലാണ് വി.എസ്. സുപ്രീം കോടതിയെ സമീപിച്ചത്. ലിജോ വർഗീസ്, മീഡിയ 1, ഡൽഹി.